Hi friends, welcome to Shreyana's World. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പിസ്ത ഫ്ലേവറിലുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഐസ്ക്രീം പൗഡറാണ്. ഐസ്ക്രീം പൗഡർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഐസ്ക്രീം തയ്യാറാക്കി എടുക്കുന്നത് എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നല്ല ക്രീമി ഐസ്ക്രീം എങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതുതായിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 500 ml പാല് ഒന്ന് തിളയ്ക്കുവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് ബേക്കേഴ്സിൻ്റെ ഐസ്ക്രീം മിക്സ് പൗഡറാണ്. ഇതിന് 40 രൂപ മാത്രമേ ഉള്ളൂ ചിലവ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്നങ്ങ് മാറ്റാം. അതിനുശേഷം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാലിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് ചെറുതായി ഒന്ന് ചൂടായി, ഒരുപാട് തിളച്ചിട്ടില്ല. ഒരുപാട് തിളച്ച് പോകുന്നതിന് മുൻപ് തന്നെ ഈ പാലെടുത്തിട്ട് നമ്മുടെ ഐസ്ക്രീം മിക്സിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ആയിട്ട് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ചതിന് ശേഷം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പാല് നന്നായിട്ട് തിളയ്ക്കുകയും വേണം. അതേപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ഐസ്ക്രീം പൗഡറിൻ്റെ പച്ചമണം ഒന്ന് മാറുകയും വേണം. അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ പച്ചമണം മാറാതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഐസ്ക്രീമിന് ടേസ്റ്റ് ഉണ്ടാകാതെ ഇരിക്കുക. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് പൊന്തി വരട്ടെ. അതേപോലെ തന്നെ ഇത് അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാകും. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷവും ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തണുക്കുവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, തണുത്തപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ഐസ്ക്രീം മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. മിക്സിയിൽ 2-3 മിനിറ്റ് നന്നായിട്ട് അടിച്ചാൽ മാത്രമേ നമ്മുടെ ഐസ്ക്രീം നല്ല ക്രീമിയായി കിട്ടുകയുള്ളൂ. ഇതിലേക്ക് ഞാനിനി കുറച്ച് പിസ്ത എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏലക്കയുടെ ചെറിയൊരു മണം കൂടിയുണ്ട്. അതേപോലെ നല്ലൊരു കളറും കിട്ടും. 2 ഡ്രോപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വാനില എസൻസ് പോലെ തന്നെ നമുക്ക് ചെറിയ കുപ്പിയിൽ പിസ്ത എസൻസ് വാങ്ങാൻ കിട്ടും. അതായാലും മതിയാകും. ഇനി ഇത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കാം. അതിലേക്ക് നമ്മുടെ ഐസ്ക്രീം മിക്സ് ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എസൻസ് ഒഴിക്കുമ്പോൾ 2 ഡ്രോപ്പിൽ കൂടുതൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എസൻസ് കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചൊവയുണ്ടാകും. അപ്പോൾ ഇനി നമുക്കിത് അടച്ചതിന് ശേഷം ഫ്രീസറിലേക്ക് വയ്ക്കാം. 3 മണിക്കൂർ ഇതൊന്ന് സെറ്റാകുവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്നും ഒന്നങ്ങ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഐസ്ക്രീം ഇപ്പോൾ കുറച്ചൊന്ന് സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് സെറ്റായി വന്നിട്ടില്ല. 3 മണിക്കൂർ കൊണ്ട് ഐസ്ക്രീം സെറ്റായി വരില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്കിത് ഫ്രിഡ്ജിൽ നിന്നും മാറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റാം. എന്നിട്ട് ഇത് ഒന്നുകൂടി നന്നായിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്നങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് നമ്മുടെ ഈ ഐസ്ക്രീം മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി നമ്മുടെ കണ്ടെയ്നറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള പിസ്ത കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിസ്ത ഐസ്ക്രീം അല്ലേ, അപ്പോൾ നമുക്ക് പിസ്ത കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ബാക്കി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പിസ്ത കൂടി ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം 8 തൊട്ട് 9 മണിക്കൂർ വരെ ഫ്രീസറിൽ വയ്ക്കാം. എന്നാൽ മാത്രമേ നമ്മുടെ ഐസ്ക്രീം നന്നായി സെറ്റായി വരികയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം സെറ്റാകുവാൻ വെച്ചിട്ട് 9 മണിക്കൂർ ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇപ്പോൾ ഇവിടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്കിത് ഇപ്പോൾ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഐസ്ക്രീം മിക്സ് വെച്ചിട്ടാണ് തയ്യാറാക്കിയത് എന്ന് പറയുകയില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. നല്ല പിസ്തയുടെ ഫ്ലേവറും ഉണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് പിസ്ത ചോപ്പ് ചെയ്തിട്ടത് കൊണ്ട് തന്നെ ഐസ്ക്രീം കഴിക്കുമ്പോൾ പിസ്ത കൂടി കടിക്കുവാൻ വേണ്ടിയിട്ട് കിട്ടും. അത് നല്ല ടേസ്റ്റ് അല്ലേ? അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഐസ്ക്രീം ഇങ്ങനെയാണുള്ളത്. നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത പിസ്ത കൂടി ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്